ഹലോ എവരിവൺ, നമ്മളിന്ന് ചിക്കൻ കട്ട്ലെറ്റ്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പം ബേക്കറിയിൽ നിന്നൊക്കെ കാണിക്കുന്ന പോലെയല്ല, പണ്ട് കല്യാണങ്ങൾക്കൊക്കെ 50 വർഷം മുന്നേ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പിയിരുന്ന ഒറിജിനൽ ട്രഡീഷണൽ ചിക്കൻ കട്ട്ലെറ്റ് ആണ് നമ്മളിത് ചെയ്യുവാനായിട്ട് പോകുന്നത്. 50 കട്ട്ലെറ്റ്സ് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വളരെ ഈസിയാണ്. 1-2 ടിപ്സൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കട്ട്ലെറ്റ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. 50 കട്ട്ലെറ്റിന് വേണ്ടി 100 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത്, 100 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഏറെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടൊന്ന് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തതാണിത്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്. പൾസ് മോഡിൽ ചെറിയ നാരുകളായിട്ട് കിട്ടുന്ന പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് പോകാം. അതിനുവേണ്ടി ഒരു കടായിയിൽ നമ്മൾ 5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് മൊത്തം പ്രിപ്പറേഷന് 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് വേണ്ടിയത്. അപ്പോൾ അത് നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഈ വഴറ്റുന്ന സമയത്ത് ചേർക്കാം. ആകെ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ആയിരിക്കണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വരുന്ന സമയം കുറച്ചെടുക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സവാള വേറൊരു കടായിൽ വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള വഴന്നു കഴിയുമ്പം അത് നമ്മൾ നേരത്തെ വഴറ്റിക്കൊണ്ടിരുന്ന കടായിലേക്കിടാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ബ്രൗൺ നിറം ആകുന്നിടം വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ബോൺലെസ് ചിക്കൻ, പിന്നെ കുറച്ച് റൊട്ടിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഓയിലൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു മസാല കിട്ടും. പിന്നെ നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഓവൽ ഷേപ്പിലാണ് കട്ട്ലെറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എഗ് മിക്സ്ചർ ഉണ്ടാക്കണം. എഗ്ഗിനകത്ത് ഒരു ശകലം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിനകത്തും കൂടെ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കാം. ഇവിടെ ഒരു 6 കട്ട്ലെറ്റ് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ 50 കട്ട്ലെറ്റിൻ്റെ മിക്സറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പലപ്പോഴായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് 6 കട്ട്ലെറ്റ്സേ ഉണ്ടാക്കുന്നുള്ളൂ. ബ്രെഡ് ക്രംസ് ഒന്ന് നന്നായിട്ട് പറ്റിയിരിക്കാനായിട്ട് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഓയിൽ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി സഫീഷ്യൻറ്റ് ഓയിൽ എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ബാച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യുമ്പം അത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമോ വെരി ഹൈ ഫ്ലെയിമോ വെക്കാതിരിക്കാനായിട്ട് നോക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട കളറിന് ഒരു ഷെയ്ഡ് മുമ്പേ തന്നെ കട്ട്ലെറ്റ് കോരിയിരിക്കണം. കാരണം നമ്മൾ എണ്ണയിൽ നിന്ന് വെളിയിലെടുത്താലും അത് കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ഈസി അല്ലായിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെ സിമ്പിളായിട്ട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.